കർത്താവിൻ്റെ പരിശുദ്ധമുള്ള നാമം ഈ രാവിലെ വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ ആഴ്ചയുടെ ആരംഭ ദിവസത്തിൽ നമുക്ക് ഇപ്രകാരം ദൈവത്തിൻ്റെ വചനം ധ്യാനിപ്പാൻ ലഭിച്ച അവസരത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഓരോ ദിവസവും ദൈവം നമ്മെ നടത്തുന്ന കർത്താവിൻ്റെ വിശ്വസ്തത വലുതാണ്. നാം അറിഞ്ഞിരിക്കുന്നത് പോലെ ലോകം മുഴുവനും ഭീതിയുടെ നിഴലിലാണ്. ഓരോ ദിവസവും രോഗികൾ വർദ്ധിക്കുന്നു, മരണസംഖ്യ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. അല്പസമാധാനത്തോടെ ഇരുന്ന നമ്മുടെ രാജ്യത്തും ഇപ്പോൾ രോഗബാധിതർ കഴിഞ്ഞ ഞായറാഴ്ച നമ്മൾ ചിന്തിച്ചതിനേക്കാൾ മനസ്സിലാക്കിയതിനേക്കാൾ ഈ ആഴ്ച ആയപ്പോഴത്തേക്ക് വലിയ നമ്പരാണ്, വലിയ സംഖ്യയാണ് രോഗബാധിതരുടെ ഇന്ത്യയിലുള്ളത്. അപ്പോൾ ഇതിൻ്റെ നടുവിൽ കർത്താവിനെ സ്നേഹിക്കുന്ന, ദൈവത്തെ ആരാധിക്കുന്ന നമുക്കും പലതരത്തിലുള്ള പ്രയാസങ്ങളും ഭാരങ്ങളും ആശയക്കുഴപ്പങ്ങളും സംശയങ്ങളും ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പലരുമായി കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ടെലിഫോണിൽ കൂടെ സംസാരിച്ചപ്പോൾ പല പ്രിയപ്പെട്ടവരുടെയും ഹൃദയത്തിലുണ്ടാകുന്ന നിരാശകളും സങ്കടങ്ങളും പങ്കുവെച്ചു. അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ദൈവദിനം ധ്യാനിച്ചപ്പോൾ എൻ്റെ ഹൃദയത്തിൽ കിട്ടിയ ആലോചനയാണ് ഇന്ന് രാവിലെ നിങ്ങളോട് സംസാരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. അതിന് നമുക്ക് വളരെ സുപരിചിതമായൊരു വേദഭാഗം 73 സങ്കീർത്തനമാണ്. 73 സങ്കീർത്തനത്തിൻ്റെ 2 വാക്യവും 23, 24 വാക്യങ്ങളാണ് ഇന്ന് വായിക്കാൻ ആഗ്രഹിക്കുന്നത്. എൻ്റെ കാലുകൾ ഏകദേശം ഇടറി, എൻ്റെ കാലടികൾ ഏറെക്കുറെ വഴുതിപ്പോയി. ഇനി 23, 24. എന്നിട്ട് ഞാൻ എപ്പോഴും നിന്റെ അടുക്കലിരിക്കുന്നു, നീ എന്നെ വലം കൈക്ക് പിടിച്ചിരിക്കുന്നു, നിന്റെ ആലോചനയാൽ നീ എന്നെ നടത്തും, പിന്നത്തേതിൽ മഹത്വത്തിലേക്ക് എന്നെ കൈക്കൊള്ളും. ധാരാളം പ്രാവശ്യം ഈ സങ്കീർത്തന ഭാഗങ്ങൾ നാം വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്തിട്ടുണ്ട്. ധാരാളം പ്രസംഗങ്ങൾ ഇതിനകത്തുണ്ട്. അതിനകത്തെ വാക്യങ്ങൾ തിരിച്ചോ വിഷയങ്ങൾ തിരിച്ചോ ഉള്ളൊരു പ്രസംഗമല്ല ഇതിൽ നിന്ന് ഉദ്ദേശിക്കുന്നത്. ഇന്നത്തെ സാഹചര്യത്തോടുള്ള ബന്ധത്തിൽ നമ്മളെല്ലാവരും ഇങ്ങനെ ഒറ്റപ്പെട്ട് കഴിയുന്ന ഒരു പ്രത്യേക സാഹചര്യത്തിൽ ദൈവത്തിന് നമ്മോട് എന്താണ് പറയാനുള്ളത്, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഹിതം എന്താണ് എന്ന് ഗ്രഹിക്കുവാൻ ഈ തിരുവചന പഠനം, തിരുവചന ചിന്ത നമ്മെ അതിലേക്ക് നയിക്കട്ടെ. ഇവിടെ ഈ സങ്കീർത്തനക്കാരനെ, ഈ സങ്കീർത്തനത്തിൻ്റെ ആരംഭ ഭാഗങ്ങൾ നാം ചിന്തിച്ചു നോക്കിയാൽ ഒരു സംശയമുളവാക്കിയിട്ട് നിരാശയിലേക്ക് പോകുന്ന അനുഭവം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അത് മറ്റൊന്നുമല്ല, ദുഷ്ടന്മാരുടെ സൗഖ്യം കണ്ടിട്ട് അഹങ്കാരികളോട് അസൂയ തോന്നി എന്നാണ് എഴുതിയിരിക്കുന്നത്. കാരണം സങ്കീർത്തനക്കാരൻ അനുഭവിക്കുന്ന ഒരു വ്യഥകളും ഈ ദുഷ്ടന്മാർക്കില്ല, അഹങ്കാരികളായ ആളുകൾക്കില്ല. അവർക്ക് ഓരോ ദിവസവും സന്തുഷ്ടിയാണ്, അവർക്ക് വേദനയില്ല. ഈ സങ്കീർത്തനത്തിൽ വായിക്കുന്ന പോലെ അവർക്ക് വേദനയില്ല. അവരുടെ ദേഹം തടിച്ച് ഉരുണ്ടിരിക്കുന്നു, കഷ്ടങ്ങളിലാകുന്നില്ല, അവർ സ്വസ്ഥതയുണ്ട്, സമ്പത്ത് വർദ്ധിപ്പിക്കുന്നു. ഇതൊക്കെയാണ് സങ്കീർത്തനക്കാരൻ ചുറ്റുപാട് നോക്കിയപ്പോൾ ആളുകളിൽ കണ്ടത്. പക്ഷെ തനിക്കോ പ്രശ്നങ്ങളുണ്ട്, ബുദ്ധിമുട്ടുകളുണ്ട്. തൻ്റെ പ്രശ്നങ്ങൾ അവിടെ പറയുന്നില്ല. എന്നാൽ ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാം, അവരുടെ സ്വസ്ഥതയും അവരുടെ സമ്പത്തും അവരുടെ ദേഹം തടിച്ചുരുണ്ടിരിക്കുന്നതും അവർക്ക് വേദനയില്ലാത്തതും എന്ന് സങ്കീർത്തനക്കാരൻ പറയുമ്പോൾ ഇതെല്ലാം തൻ്റെ ജീവിതത്തിൽ ഇല്ലാത്തത്. അപ്പോൾ തനിക്ക് വേദനയുണ്ട്, സ്വസ്ഥതക്കേടുണ്ട്, സമ്പത്തില്ലായ്മയുണ്ട്, രോഗങ്ങളുണ്ട്. ഇതൊക്കെ നമുക്ക് വായിച്ചെടുക്കാം. സഹോദരി സഹോദരന്മാരെ, കർത്താവിനെ സ്നേഹിക്കുന്ന, കർത്താവിനെ പിൻപറ്റുന്ന ദൈവകുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ എങ്ങനെയോ നമ്മൾ നമ്മുടെ മനസ്സിൽ ചില കാര്യങ്ങൾ അടിച്ചേൽപ്പിച്ച് പഠിപ്പിച്ചിട്ടുണ്ട് നാം സ്വയം. അതെന്താണെന്ന് ചോദിച്ചാൽ, നാം ഒരിക്കൽ രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, പരിശുദ്ധാത്മാവിൻ്റെ നിറവ് പ്രാപിച്ചു എന്നതുകൊണ്ട് ജീവിതത്തിൽ നിരാശകളോ സങ്കടങ്ങളോ കഷ്ടങ്ങളോ വേദനകളോ നഷ്ടങ്ങളോ വരികയില്ല എന്ന്
ആരെങ്കിലും പഠിപ്പിക്കുകയോ അല്ലെങ്കിൽ സ്വയം പഠിക്കുകയോ ചെയ്തിട്ടുണ്ട്. അതിനാണ് സമൂലമായ മാറ്റം ഉണ്ടാകേണ്ടത്. അത് ഈ ലോക്ക്ഡൗൺ കാലത്ത് തിരിച്ചറിയുക എന്നുള്ളതാണ് യഥാർത്ഥ ആത്മീകത്വം എന്ന് പറയുന്നത്. കാരണം നമ്മുടെ കർത്താവിനെ അനുഗമിക്കുന്ന ജനത്തിൻ്റെ അവസ്ഥയെക്കുറിച്ച്, അവരെന്തായിരിക്കണം എന്നുള്ളതിനെക്കുറിച്ച് ഗിരിപ്രഭാഷണത്തിലൊക്കെ കർത്താവ് പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ അതുപോലെ ഫോളോ ചെയ്യാൻ നമ്മളെ കൊണ്ട് സാധ്യമല്ല. ധനവാൻ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്നതിനെ സംബന്ധിച്ചും മറ്റുള്ളവരെ ശുശ്രൂഷിക്കുന്നതിനെ സംബന്ധിച്ചും ഇവിടെ നാം എങ്ങനെയായിരിക്കണം എന്നതിനെ സംബന്ധിച്ച കർത്താവ് വ്യക്തമായൊരു പഠിപ്പിക്കൽ ഈ ഭാഗത്തൊക്കെ തരുന്നുണ്ട്. അതൊന്നും അതുപോലെ ഫോളോ ചെയ്യാൻ നമ്മളെ കൊണ്ട് സാധിക്കുന്നില്ല എന്നുള്ളത് തികഞ്ഞ ഒരു സത്യമാണ്. എന്നാൽ ദൈവം നമ്മളോട് ക്ഷമിക്കുകയും ദൈവം നമ്മളോട് കരുണ തോന്നുകയും ചെയ്യുന്നത് കൊണ്ടാണ് നാം ഇവിടെ വരെ എത്തിയത് എന്നുള്ള ബോധ്യം നമുക്കുണ്ടാകട്ടെ. കർത്താവാണ് നമ്മളെ രക്ഷിച്ചത്, കർത്താവാണ് നമ്മെ കാണുന്നത് എന്നുള്ള അറിവ് നമുക്ക് മനസ്സിന് ധൈര്യവും നമ്മുടെ ജീവിതത്തിൽ സ്വസ്ഥതയും ഉളവാകാൻ കാരണമാകണം. എന്നാൽ ഇവിടെ ഈ സങ്കീർത്തനക്കാരൻ ചുറ്റുപാടുകളിലേക്ക് നോക്കിയപ്പോൾ ദൈവത്തെ സേവിക്കുന്ന തന്നെക്കാൾ സേവിക്കാതിരിക്കുന്ന ആളുകളുടെ അഭിവൃദ്ധിയും ഉയർച്ചയും താൻ കാണുകയാണ്. അത് കണ്ടപ്പോൾ ഒരു ആശയക്കുഴപ്പം. എനിക്കെന്താ ഇങ്ങനെ സംഭവിക്കുന്നത്? നഷ്ടങ്ങൾ ഉണ്ടാകുന്ന എന്താണ്? കഷ്ടങ്ങൾ ഉണ്ടാകുന്ന എന്താണ്? ഇവിടെയാണ് യഥാർത്ഥ ക്രിസ്ത്യാനിത്വം നമ്മൾ മനസ്സിലാക്കണമെന്ന് പറയുന്നത്. കർത്താവിൻ്റെ വചനത്തിൽ പറയുന്നത് ക്രിസ്തുവിൽ വിശ്വസിപ്പാൻ വേണ്ടി മാത്രമല്ല, അവന് വേണ്ടി കഷ്ടം അനുഭവിപ്പാൻ കൂടെ നിങ്ങൾക്ക് വരം നൽകിയിരിക്കുന്നു. നമ്മൾ ചിലപ്പോൾ പറയും, കർത്താവേ 3-4 മാസമായിട്ട് ലോകം മുഴുവനും വൈറസ് ബാധയാലായിരിക്കുന്നു, ഞങ്ങൾ ഉപവസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, 24 മണിക്കൂർ പ്രാർത്ഥന, ചെയിൻ പ്രെയർ, ഓൺലൈൻ ആരാധന, സഭായോഗം, തീരുമാനങ്ങൾ, പ്രതിഷ്ഠകൾ എല്ലാം നടത്തിയിട്ടും ഒരു മാറ്റവും ഉണ്ടാകുന്നില്ലല്ലോ എന്ന് നമ്മൾ ചിന്തിക്കും. സ്വാഭാവികമായി ഞാൻ നിങ്ങൾ ചിന്തിക്കുന്ന കാര്യമാണത്. എന്നാൽ നമ്മൾ ഇന്ന് രാവിലെ സമയം ധ്യാനിക്കേണ്ടത് ദൈവത്തിൻ്റെ ഘടികാരം, ദൈവത്തിൻ്റെ തീരുമാനം, ദൈവത്തിൻ്റെ ഇഷ്ടം, അത് മനസ്സിലാക്കുക എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായിരിക്കട്ടെ. കർത്താവിനെ അറിയുക, കർത്താവിനെ അനുഭവിക്കുക, കർത്താവിനെ അനുഗമിക്കുക, ഇത് മൂന്നും വ്യത്യസ്തമാണ്. അപ്പോൾ കർത്താവിനെ അനുഗമിക്കുന്ന സാഹചര്യങ്ങളിൽ വിഷമതകളും പ്രശ്നങ്ങളും ജീവിതത്തിൽ വരുമ്പോൾ നമ്മുടെ കുഴപ്പം കൊണ്ടെന്നല്ല, പിന്നെയോ കർത്താവ് നമ്മളെ ഓരോരുത്തരെയും പണിത് നടത്തി അത്ഭുതകരമായി സൂക്ഷിക്കുന്നു. അതിനുവേണ്ടി ദൈവത്തിൻ്റെ പരിശീലനത്തിൽ കൂടെ നമ്മെ നടത്തുകയാണ് എന്നുള്ളത് നാം ഈ രാവിലെ സമയം മനസ്സിലാക്കണം. സംഗീതകാരൻ ചുറ്റുപാടിലേക്ക് നോക്കിയപ്പോൾ അവരുടെ ജീവിതത്തിലെ അനുഭവം ഞാൻ പറഞ്ഞല്ലോ. അവർക്ക് വേദനയില്ല, എല്ലാ നിലയിലും അഭിവൃദ്ധിയും സന്തോഷവും സമൃദ്ധിയും മാത്രമാണ് എന്നുള്ളതൊക്കെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുണ്ടായ കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. എന്നാൽ ഇന്ന് രാവിലെ ഞാൻ നിങ്ങളൊന്ന് മനസ്സിലാക്കാൻ പഠിച്ച് മുന്നോട്ട് പോകേണ്ടത്, ഞാൻ ചിന്തിച്ചിരിക്കുന്ന രീതിയിലല്ല കാര്യങ്ങൾ പോകുന്നത്. നമുക്കറിയാം, വേദപുസ്തകത്തിനെ സംബന്ധിച്ച് ഒരുപാട് വ്യാഖ്യാനങ്ങൾ, പഠിപ്പിക്കലുകളൊക്കെ നമുക്കുണ്ട്. ദൈവം നേരിട്ട് പറഞ്ഞിരിക്കുന്ന ചില സത്യങ്ങൾ ഈ വചനത്തിനകത്തുണ്ട്. അടിസ്ഥാനപരമായിട്ട് പറഞ്ഞാൽ ലോകവും അതിൻ്റെ മുഖം ഒഴിഞ്ഞു പോകും, ഭൂമിയും അതിലെ പൂർണ്ണതയും കർത്താവ് യഹോവയ്ക്കുള്ളതാണ്. ദൈവം സൃഷ്ടിച്ചു, ഭൂമിയിൽ പാപം പെരുകി, മനുഷ്യൻ ദൈവത്തിൽ നകന്നു. മനുഷ്യനെ രക്ഷിക്കുവാൻ ദൈവം തൻ്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചു. യേശു ക്രിസ്തു വിശ്വസിക്കുന്ന നിത്യജീവനുണ്ട്. ക്രിസ്തു വിശ്വസിക്കാൻ നിത്യജീവനെ കാണുകയില്ല. അപ്പോൾ കർത്താവിലുള്ള വിശ്വാസത്താൽ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ കഷ്ടതകളും നഷ്ടങ്ങളുണ്ട്. എന്നാൽ അവിടെ കർത്താവ് ആശ്വാസവും സൗഖ്യം തരുന്നു, നടത്തുന്നു. ഒടുവിൽ കർത്താവിൻ്റെ സ്ഥലത്തിൽ എത്തിച്ചേരും, സ്വർഗത്തിൽ കർത്താവിനോട് വസിക്കും. ഇതാണ് ക്രിസ്തീയ പ്രത്യാശ. വേദപുസ്തകത്തിൻ്റെ പ്രമേയം അതാണ്. ഇതിനകത്ത് ധാരാളം പഠിപ്പിക്കലുണ്ട്, പല അഭിപ്രായങ്ങളുണ്ട്. അത് നമ്മെ തെറ്റിച്ച് കളയരുത്. മാനുഷികമായ ചില അഭിപ്രായങ്ങൾ വരും, മാനുഷികമായ ചില കണക്കൂട്ടലുണ്ടാകും, അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ വ്യാഖ്യാനങ്ങൾ വരും. അത് നമ്മുടെ അടിസ്ഥാനമായി ദൈവവുമായുള്ള അടിസ്ഥാനപരമായ ബന്ധത്തെ ഖനിക്കുന്നതാകാൻ പാടില്ല. നിരീശ്വരവാദിയായി പോകാൻ പാടില്ല. കർത്താവിനെ വിശ്വസിച്ച് കർത്താവിനെ ആശ്രയിച്ച് മുന്നോട്ട് പോകുന്നതിനെ കാരണമാകണം നമ്മുടെ പഠിത്തം. പോകട്ടെ, ഞാനൊരു ദൈവവേദനായതുകൊണ്ട് എന്നും ദൈവത്തെ ആരാധിക്കുന്ന ഒരു പെന്തിക്കോസ്ത് സഭയിലെ വിശ്വാസി ആയതുകൊണ്ട് പ്രശ്നങ്ങൾ
ഇല്ലാതിരിക്കണം എന്ന് ചിന്തിക്കുന്നെങ്കിൽ അത് അർത്ഥശൂന്യമാണ്. നമുക്കറിയാം, നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് തൻ്റെ ശിഷ്യന്മാർ, തുടർന്ന് അപ്പോസ്തലന്മാർ പ്രവർത്തിച്ചു വന്ന കാലഘട്ടം, കഴിഞ്ഞു പോയ നൂറ്റാണ്ടുകൾ ഓരോന്നെടുത്തു നോക്കിയാലും എത്ര വേദനകളും ഞെരുക്കങ്ങളും കഷ്ടങ്ങളും സഭ പീഡനങ്ങളിൽ കൂടെ കടന്നുപോയത്, സഭ വേദനയിൽ കൂടെ കടന്നുപോയത്, അരിഷ്ഠിതാവസ്ഥയിൽ കൂടെ കടന്നുപോയത്, ഓടിപ്പോകേണ്ടി വന്നത്, ചിതറിപ്പോകേണ്ടി വന്നത്. എന്തിന്? ഈ കഴിഞ്ഞ നൂറ്റാണ്ടുകളിൽ മിഷണറിമാരായി ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് പോയ ദൈവദാസന്മാർ അനുഭവിച്ച വേദനകൾ, അവർ കർത്താവിന് വേണ്ടി ശോഭിക്കുന്നവരായിട്ട് പോലും അവർക്ക് കുഞ്ഞുങ്ങൾക്കുണ്ടായ വേദനകൾ, രോഗങ്ങൾ, അവരുടെ ഭാര്യമാർക്കുണ്ടായ മാരകമായ രോഗങ്ങൾ, മരണങ്ങൾ, ദൈവദാസന്മാർക്ക് നേരിട്ടതായ ഗുരുതരമായ വീഴ്ചകൾ, വിഷമതകൾ, ഇതൊന്നും അവർ പാപികളായതുകൊണ്ടല്ല. നമ്മളെക്കാളൊക്കെ എത്രയോ ശ്രേഷ്ഠന്മാരായിരുന്നു അവർ, എത്ര ഉന്നതന്മാരായിരുന്നു, എത്ര കഴിവും പ്രാപ്തിയുമുള്ളവരായിരുന്നു. പക്ഷേ അവരൊക്കെ ഈ ശോധനയിൽ കൂടാണ് അക്കരെ കടന്നുപോയത്. നമ്മൾ ചിന്തിക്കുന്നത് കർത്താവിനെ സ്നേഹിച്ചു കഴിഞ്ഞാൽ എല്ലായ്പ്പോഴും സുഭിക്ഷമായ, സന്തോഷകരമായ, അങ്ങനെയല്ല വേദപുസ്തകം അതല്ല പഠിപ്പിക്കുന്നത്. ഞാൻ ഈ ലോക്കൽ സഭയിലായതുകൊണ്ട്, അയ്യോ ഇവിടെ ആയതുകൊണ്ടാണോ പ്രശ്നം, കേരളത്തിലായതുകൊണ്ടാണോ പ്രശ്നം, നോർത്ത് ഇന്ത്യയിലായിരുന്നേ കുഴപ്പമില്ലായിരുന്നു, അല്ലെങ്കിൽ ഗൾഫിലായിരുന്നേ കുഴപ്പമില്ലായിരുന്നു, അങ്ങനെയല്ല. നാം എവിടെയായിരുന്നാലും പ്രതിസന്ധികൾ, പ്രശ്നങ്ങൾ, വൈതരണികൾ ഉണ്ട്. അത് സമൂഹത്തിലുള്ളതുപോലെ തന്നെ നമുക്കുമുണ്ട്. ഒരു വ്യത്യാസം ഉള്ളത് കർത്താവിൻ്റെ സാന്നിധ്യവും കർത്താവിൻ്റെ കരുതലും നമുക്കുണ്ടെന്നുള്ളത് മാത്രമാണ്. ശ്രദ്ധിച്ചാട്ടെ, സങ്കീർത്തനക്കാരൻ പറയുകയാണ്, അവർക്ക് വേദനയില്ല, അവരുടെ ദേഹം പുഷ്ടി കൊണ്ടുന്തി നിൽക്കുന്നു, അവരുടെ കണ്ണുന്തി നിൽക്കുന്നു, അവർക്ക് സമ്പത്ത് വർദ്ധിപ്പിക്കുന്നു, അവർക്ക് സ്വസ്ഥതയുണ്ട്, അവർക്ക് സമാധാനമുണ്ട്. ഇതൊക്കെ പറയുന്നുണ്ടെങ്കിലും സങ്കീർത്തനക്കാരൻ ആകെപ്പാടെ ഒരു സംശയത്തിന് നിലെത്തി. പ്രിയമുള്ളവരെ, ഞാൻ വീണ്ടും പറയുന്നു, ഈ ലോക്ക്ഡൗൺ പീരീഡ് കാലത്ത് സംശയങ്ങളുണ്ടാകും, ആശയക്കുഴപ്പങ്ങളുണ്ടാകും. അങ്ങനെ വരരുത്. ദൈവത്തിൽ വിശ്വസിക്കുക, കർത്താവിൻ്റെ വചനത്തിൽ വിശ്വസിക്കുക. കർത്താവ് പോഷ്ക്ക് പറയുകയില്ല. ഈ കഷ്ടത്തിന് നടുവിൽ കൂടെ നാം മുന്നോട്ട് പോയി, പ്രതിസന്ധികളിൽ കൂടെ കടന്നുപോയി മുന്നോട്ട് ചെന്ന് നമുക്കൊരുക്കുന്നൊരു നിത്യതയുണ്ട്. അതിനൊരു ഒരു ഒരു തരത്തിലും ഭംഗം വരുത്താൻ പാടില്ല. കഴിഞ്ഞ ദിവസം COVID-19 എന്ന ഈ വലിയ മാരകമായ രോഗത്തിൽ നിന്ന് രക്ഷ പ്രാപിച്ച ഒരു ഡോക്ടർ പറഞ്ഞ വാചകം എന്നെ വളരെ ബലപ്പെടുത്തി. അദ്ദേഹം പറഞ്ഞത്, കൊറോണ വൈറസ് എൻ്റെ ശരീരത്തെ മാത്രമേ ബാധിച്ചുള്ളൂ, എൻ്റെ മനസ്സിനെയോ എൻ്റെ ആത്മാവിനെയോ ബാധിച്ചില്ല. സ്തോത്രം. പ്രിയമുള്ളവരെ, ലോകത്തിലെ ഏത് പ്രതിസന്ധികളും ഈ ശരീരത്തെ മാത്രമേ തുടരുള്ളൂ. അതിനപ്പുറത്തോട്ട് പോകാൻ നാം അനുവദിക്കരുത്. കാരണം ബാക്കിയുള്ളത് ദൈവത്തിൻ്റെ സമ്പൂർണ്ണ നിയന്ത്രണത്തിലാണ്. അതെ തൊടാൻ ലോകത്തിൽ ആർക്കും കഴിയില്ല. നമ്മുടെ കർത്താവിനാണ് അതിൻ്റെ മേൽ സമ്പൂർണ്ണ അധികാരം. അതുകൊണ്ട് ദൈവത്തിൽ ആശ്രയിക്കുക, അത് കുറയാതിരിക്കുക. അപ്പോൾ ഇതിൻ്റെ ഒന്നാം ഭാഗമാണ് സങ്കീർത്തനക്കാരൻ്റെ സംശയം. ദുഷ്ടന്മാർക്കും അഹങ്കാരികൾക്കൊക്കെ ഉണ്ടാകുന്ന ആ ഉയർച്ചയും അവരുടെ സമ്പത്തും അവരുടെ അഭിവൃദ്ധിയൊക്കെ കണ്ടപ്പോൾ മനസ്സിലാകാത്ത, എന്തുകൊണ്ടാണ് ഇങ്ങനെ, അവർക്കങ്ങനെ എനിക്കിങ്ങനെ, ഒരു കമ്പാരിറ്റീവ്, ഒരു താരതമ്യ പഠനം നടത്തി. അതെ, ആധുനിക ശാസ്ത്രം പറയുന്നത് താരതമ്യ പഠനത്തിന് നടത്തരുതെന്നാണ്. ദൈവത്തെ അറിയാത്ത ആളും ദൈവത്തെ അറിഞ്ഞ ആളും കൂടെ ഒരു താരതമ്യ പഠനം. അവൻ എത്ര സന്തോഷവാനായിരിക്കുന്നു, അവൻ്റെ ശരീരമൊക്കെ നല്ല തടിച്ചു പോയിരിക്കുന്നു, സമ്പത്തുണ്ട്, അവന് രോഗമില്ല, അവന് കൊറോണ വൈറസ് വന്നിട്ടില്ല, അവൻ്റെ പിള്ളേരെല്ലാം വലിയ നിലയിലായിരിക്കുന്നു. അല്ല പ്രിയമുള്ളവരെ, അങ്ങനെയല്ല. ഇതിൻ്റെ രണ്ടാം ഭാഗത്തിലേക്ക് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ഈ സങ്കീർത്തനക്കാരൻ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് ചെന്നു. ഞാൻ ദൈവത്തിൻ്റെ വിശുദ്ധ മന്ദിരത്തിൽ ചെന്നെന്നാണ് 17-ാമത്തെ വാക്യത്തിലിരിക്കുന്നത്. ദൈവത്തിൻ്റെ സന്നിധിയിൽ ചെന്നു. കാര്യങ്ങളുടെയൊക്കെ നിവാരണം ദൈവസന്നിധി മാത്രമാണ് കേട്ടോ. ദൈവത്തിൻ്റെ സന്നിധി മാത്രമാണ്. നാം ഒന്ന് ചിന്തിച്ചെന്ന് പറഞ്ഞതുകൊണ്ടോ നാം ഒന്ന് സംശയിച്ചതുകൊണ്ടോ ഒന്നും തള്ളിക്കളയുന്നവനല്ല നമ്മുടെ ദൈവം. നമ്മൾ ബലഹീനര മനുഷ്യരാണ്. ദൈവത്തിന് അറിയാൻ പറയുന്നവരെ നമ്മുടെ കഴിവ്, നമുക്ക് കഴിവുണ്ടെന്ന് നമുക്ക് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താനൊക്കെ ശ്രമിച്ചാലും നമ്മുടെ കഴിവ് എത്രത്തോളമാണെന്നും നമ്മുടെ പ്രാപ്തി എത്രയാണെന്നും ഉള്ളതുപോലെ അറിയുന്ന ഒരാളുണ്ടെങ്കിൽ ആ സ്വർഗസ്ഥന് അധികമാണ്. ഇങ്ങനെയുള്ള സംശയവും ഇങ്ങനെയുള്ള ഭാരവും ഒക്കെ ആസാഫിനുണ്ടായതുപോലെ എനിക്ക് നിങ്ങൾക്കൊക്കെ ഉണ്ടായിട്ടില്ലേ? പുറകോട്ട് തിരിഞ്ഞു നോക്കിക്കേ, എന്തെല്ലാം സംശയങ്ങളും എന്തെല്ലാം ആവലാദികളും സങ്കടങ്ങളും
പിറുപിറുപ്പുകളൊക്കെ നമ്മുടെ ജീവിതത്തിൽ വന്നു. അതുകൊണ്ടൊന്നും ദൈവം നമ്മളെ തള്ളിക്കളഞ്ഞില്ലല്ലോ. അതിനായിട്ട് നമുക്ക് സ്തോത്രം ചെയ്യാം. ഇനി എൻ്റെ രണ്ടാം ഭാഗം, താനായിരിക്കുന്ന നിലവാരത്തെക്കുറിച്ച് ദൈവത്തിന് ബോധ്യപ്പെടുത്തി കൊടുത്തു. അതാണ് ഈ പ്രസംഗത്തിൻ്റെ പ്രസക്തമായ കാര്യം. അതെന്താണെന്ന് വെച്ചാൽ 23-ാം വാക്യത്തിൽ പറയുന്നു, നീ എന്നെ വലം കൈക്ക് പിടിച്ചിരിക്കുന്നു. ദുഷ്ടന്മാർക്ക് അവർക്ക് വേദനയില്ല, അവർക്ക് അവരുടെ ദേഹം തടിച്ചുകൊണ്ടിരിക്കുന്നു, അവർ കഷ്ടങ്ങളിലാകുന്നില്ല, അവർക്ക് സമ്പത്തുണ്ട്, അവർക്ക് സ്വസ്ഥതയുണ്ട് എന്നൊക്കെ സങ്കീർത്തനക്കാരൻ പറയുന്നുണ്ടെങ്കിലും ഒരുപക്ഷെ അതൊന്നും ഇദ്ദേഹത്തിനില്ല. പക്ഷേ ഒരു കാര്യം താൻ പറയുകയാണ്, നീ എന്നെ വലം കൈക്ക് പിടിച്ചിരിക്കുന്നു. പിന്നെ 4 പദപ്രയോഗം, ഇംഗ്ലീഷ് പദപ്രയോഗം ഞാൻ പറയാം. ആ 23-24 വാക്യങ്ങളിൽ കെയറിങ്, കൗൺസിലിംഗ്, ഗൈഡിങ് ആൻഡ് റിസീവിങ്. എന്താണത്? കെയറിങ്, എന്നെ വലം കൈക്ക് പിടിച്ചിരിക്കുന്നു. നമുക്കറിയാം, ഒരു കുഞ്ഞും അതിൻ്റെ മാതാപിതാക്കളുമായിട്ട് യാത്ര ചെയ്യുമ്പോൾ കുഞ്ഞ് മാതാവിൻ്റെയോ പിതാവിൻ്റെ കൈകളിൽ കയറി പിടിച്ചാൽ വഴുതി പോകാൻ സാധ്യതയാണ്. എന്നാൽ മറിച്ച് മാതാവോ പിതാവോ ആ കുഞ്ഞിൻ്റെ കയ്യിൽ പിടിച്ചാൽ വഴുതി പോകുകയില്ല. ഇന്ന് രാവിലെ സമയം, ഈ മെയ് മാസം 17-ാം തീയതി രാവിലെ ദൈവസന്നിധിയിലിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ആത്മാർത്ഥമായിട്ട് ഞാൻ പറയട്ടെ, കർത്താവ് എൻ്റെ കൈക്ക് പിടിച്ചിരിക്കുന്നു എന്നുള്ള ബോധ്യം. ഞാൻ കഴിഞ്ഞ ദിവസം പ്രസംഗത്തിൽ പറഞ്ഞതുപോലെ പട്ടം പറപ്പിച്ചുകൊണ്ടിരുന്ന ഒരു കുട്ടി വളരെ സന്തോഷത്തോടെ ആ കാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അടുത്ത് വന്ന ഒരാൾ പറഞ്ഞു, നീ എന്താ ഈ മണ്ടത്തരം കാണിക്കുന്നത്? എന്തിയെ നിന്റെ പട്ടം? അത് പൊട്ടിപ്പോയി, നീ എത്രയും പെട്ടെന്ന് വീട്ടിൽ പോയിക്കോ, നിന്റെ പ്രയത്നം വൃഥാവാണെന്ന് പറഞ്ഞപ്പോൾ ആ കുട്ടി പറഞ്ഞ കാര്യം, എൻ്റെ പട്ടം ആകാശത്ത് വളരെ മനോഹരമായി പറന്നുകൊണ്ടിരിക്കുന്നു, അത് പൊട്ടിപ്പോയിട്ടില്ല. അപ്പോൾ ചോദിച്ച ആൾ, അടുത്ത് വന്നയാൾ ചോദിച്ചത്, നിനക്കതെങ്ങനെ ബോധ്യപ്പെട്ടു? അവൻ പറഞ്ഞു, എൻ്റെ വിരലുകളിൽ എനിക്കറിയാം എൻ്റെ പട്ടം പൊട്ടിപ്പോയിട്ടില്ല. എൻ്റെ വിരലുകളിൽ ആ ചെറിയ നൂലിൻ്റെ ആ ഭാഗം എൻ്റെ കൈകളിൽ ഇരിക്കുന്നു എന്നുള്ളത് എനിക്ക് ബോധ്യപ്പെടുന്നുണ്ട്. സഹോദരന്മാരെ, സഹോദരിമാരെ, ദൈവത്തിൻ്റെ വചനം കേൾക്കുന്നവരെ, ഞാനും നിങ്ങളും സ്വർഗസ്ഥനായ ദൈവവുമായുള്ള ആ ബന്ധം, ഹല്ലേലൂയ, പ്രതിസന്ധികളിലാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാറ്റടിക്കുന്നുണ്ടാകാം, പട്ടം കണ്ടമാനം പറക്കുന്നുണ്ടാകും, ആ കുട്ടിയുടെ കയ്യിലിരിക്കുന്ന ആ നൂല് പോലെ ഞാൻ നിങ്ങൾ കർത്താവിൻ്റെ കരങ്ങളിൽ സുരക്ഷിതമായിട്ടിരിക്കുന്നു. അപ്പോൾ ഒന്നാമത്തേത് കെയറിങ്, അവൻ എന്നെ നിങ്ങളെയും കരുതുന്നു. ശ്രദ്ധിച്ച് നോക്കിക്കേ, കഴിഞ്ഞ 2-3 മാസങ്ങളായിട്ട് ജോലിയില്ലാതെ, ഭൗതികമായ വരുമാന മാർഗങ്ങളില്ലാതെ, പലതരത്തിലുള്ള വേദനകളും ഞെരുക്കങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ, വലിയ സുഭിക്ഷതയല്ലെങ്കിലും പട്ടിണി കിടക്കാൻ ദൈവം അനുവദിച്ചില്ലല്ലോ. ദൈവം എത്ര നല്ലവനാണ്, ദൈവം എത്ര മതിയായവനാണ്. മറ്റ് പലരെയും അപേക്ഷിച്ച് നോക്കുമ്പോൾ പല പ്രിയപ്പെട്ടവരുടെ സാക്ഷ്യങ്ങൾ ഞാൻ കേട്ടു. വിദേശ രാജ്യങ്ങളിൽ നമ്മുടെ സഹോദരങ്ങൾ, എനിക്ക് പരിചയമുള്ള പല ആളുകൾ, ക്യാമ്പുകളിലൊക്കെ താമസിക്കുന്നവർ ദിവസങ്ങളോളം ഭക്ഷണം കിട്ടാതിരുന്നതുണ്ട്. കൊറോണ വൈറസിൻ്റെ ഭീതിയിൽ കൂടെ കടന്നുപോയ ആളുകളുണ്ട്. ജോലി ചെയ്യുവാൻ നിർബന്ധമായ ജോലി ചെയ്യേണ്ടി വന്ന ആളുകളുണ്ട്. രോഗസൗഖ്യം വന്നതിന് ശേഷം വീണ്ടും നിർബന്ധമായി ജോലി ചെയ്യേണ്ടി വന്ന നമ്മുടെ നേഴ്സുമാരായ സഹോദരിമാർ ഉണ്ട്. പല ഭവനങ്ങളിൽ പല ആളുകൾ ഞെരുക്കങ്ങളിൽ കൂടെ ഒക്കെ കടന്നു. ഇതെല്ലാം ഞാൻ മനസ്സിലാക്കുന്നു. എന്നാൽ ഇന്ന് രാവിലെ സമയം കർത്താവിനെ സ്നേഹിക്കുന്ന, കർത്താവിനെ ആരാധിക്കുന്ന വാത്സല്യ സഹോദരി സഹോദരന്മാരെ, ഒന്നാമത്തെ കാര്യം കെയറിങ്. എൻ്റെ ദൈവം എന്നെ അത്ഭുതകരമായി കരുതുന്നു, അവൻ എന്നെ സൂക്ഷിക്കുന്നു, എന്നെ സംരക്ഷിക്കുന്നു. രണ്ടാമത് കൗൺസിലിംഗ് എന്ന് പറഞ്ഞാൽ അവൻ്റെ ആലോചന, ദൈവത്തിൻ്റെ ആലോചന. നമുക്കറിയാം, ലോകത്തിൽ മനുഷ്യർ തെറ്റിപ്പോകാൻ പല കാരണങ്ങളുണ്ട്. പല ആലോചനകൾ കേൾക്കുന്നതാണ് കാരണം. നമുക്കറിയാം, ശലോമോന് ശേഷം രഹബയാം രാജാവ് രംഗത്ത് വരുവാനായിട്ട് തുടങ്ങുമ്പോൾ അവൻ ആലോചന കേൾക്കാൻ പോയി. പക്വതയുള്ള പിതാക്കന്മാരുടെ വാക്കുകൾ അവൻ കേട്ടിരുന്നെങ്കിൽ ഒരു പക്ഷെങ്കിൽ വേഗത്തിലുള്ള അനർത്ഥം സംഭവിക്കില്ലായിരുന്നു. പിന്നീട് താൻ പോയത് തൻ്റെ പ്രായക്കാരായ യുവജനങ്ങളുടെ, ചെറുപ്പക്കാരുടെ വാക്കുകൾ കേട്ടാൻ പോയതും, ആ ആലോചനയ്ക്ക് തന്നെ സമർപ്പിച്ചതും, ജനം അവനിൽ നിന്ന് അകന്നു പോയതും, ഇസ്രായേൽ രണ്ടായി വിഭജിക്കപ്പെട്ട കാര്യങ്ങളൊക്കെ നമുക്ക് ചരിത്ര പുസ്തകത്തിൽ അറിയാം. അതെല്ലാം അങ്ങനെ സംഭവിക്കേണ്ടതാണ്. എങ്കിൽ പോലും ആ ആലോചന തെറ്റായ നിലയിലേക്ക് വഴി നടത്തി. നമുക്കറിയാം, ലോകത്തിൽ പല വീഴ്ചകളുടെയും കാരണം തെറ്റായ ആലോചനയാണ്.
തെറ്റായ ആലോചന തെറ്റായ വഴിയിലേക്ക് നടത്തും. എന്നാൽ ഇവിടെ രണ്ടാമത്തെ കാര്യം, ഈ ലോക്ക്ഡൗൺ പീരീഡിലിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കട്ടെ. ദൈവത്തിൻ്റെ ആലോചന, ധാരാളം കാര്യങ്ങൾ അതിനെക്കുറിച്ച് പറയാനുണ്ടെങ്കിൽ ഞാൻ അതിലേക്ക് പോകുന്നില്ല. ദൈവത്തിൻ്റെ ആലോചനയ്ക്ക് പൂർത്തീകരണമുണ്ട്. ദൈവത്തിൻ്റെ ആലോചന മാറാത്തതാണ്. ദൈവത്തിൻ്റെ ആലോചന നിലനിൽക്കുന്നതാണ്. ദൈവത്തിൻ്റെ ആലോചനയ്ക്ക് അതിൻ്റെ സന്തോഷമുണ്ട്. ഇതെല്ലാം തെളിവുകളുണ്ട് വേദപുസ്തകത്തിനകത്ത്. അപ്പോൾ ഒന്നാമത് ദൈവത്തിൻ്റെ കെയറിങ്, രണ്ട് ദൈവത്തിൻ്റെ കൗൺസിലിംഗ്. മൂന്നാമത്തെ കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ദൈവത്തിൻ്റെ ഗൈഡൻസ്. നിന്റെ ആലോചനയാൽ നീ എന്നെ നടത്തും. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ ഗൈഡൻസ്. കർത്താവേ, ഞാൻ എന്ത് ചെയ്യണം, ഞാൻ എങ്ങനെ മുന്നോട്ട് പോകണം? അപ്പോൾ ദൈവം നമുക്കൊരു ആലോചന തരും. നമുക്കറിയാം, വേദനപ്പെട്ട് കിടന്ന ഏലിയാവും സ്വർഗ്ഗസ്ഥനായ ദൈവവും തമ്മിലൊരു ബന്ധമുണ്ടായിരുന്നത് കൊണ്ട് ഏലിയാവിനോട് ദൈവം പറയുന്നു, നീ തോട്ടിൽ പോയി ഒളിച്ചിരിക്കുക. ബാക്കിയെല്ലാം ദൈവം ചെയ്യുകയാണ്. ഒളിച്ചിരുന്നു. പിന്നെ സരപ്തയിലെ വിധേയുടെ അടുക്കലേക്ക് പോയി. ഇവിടെയെല്ലാം നമ്മൾ കാണുന്നത് അതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത ദൈവിക കരുതൽ അനുഭവിക്കാൻ വേണ്ടി ദൈവനെ നടത്തുകയാണ്, നയിക്കുകയാണ്, ഗൈഡൻസ് കൊടുക്കുകയാണ്. ഇന്ന് രാവിലെ സമയം ഈ ലോക്ക്ഡൗൺ പീരീഡിൽ മൂന്നാമത് നമ്മൾ ചിന്തിക്കേണ്ടത്, ഒന്ന് ദൈവത്തിൻ്റെ കെയറിങ്, രണ്ട് ദൈവത്തിൻ്റെ കൗൺസിലിംഗ്, മൂന്ന് ദൈവത്തിൻ്റെ ഗൈഡൻസ്, ദൈവിക നിയോഗത്തോടുകൂടെ യാത്ര ചെയ്യുക. നാലാമത്തെ കാര്യം റിസീവിങ്. എന്താണത്? നീ എന്നെ വലങ്കയ്ക്ക് പിടിച്ചിരിക്കുന്നു, നിന്റെ ആലോചനയാൽ നീ എന്നെ നടത്തും, പിന്നത്തേതിൽ മഹത്വത്തിലേക്ക് എന്നെ കൈക്കൊള്ളും. ഞാൻ എൻ്റെ പ്രസംഗം ഇവിടെ നിർത്തട്ടെ പ്രിയമുള്ളവരെ. ഇന്ന് രാവിലെ ഞാനും നിങ്ങൾ ധ്യാനിക്കേണ്ടതാണ്. സങ്കീർത്തനക്കാരൻ 73-ാം സങ്കീർത്തനത്തിൽ രണ്ട് ഭാഗങ്ങൾ. ഒന്ന് ദുഷ്ടന്മാരുടെ അനുഭവം, രണ്ട് തൻ്റെ ജീവിതത്തിൻ്റെ അനുഭവം. ഇത് രണ്ടുകൂടെ കമ്പാരിറ്റീവ് സ്റ്റഡീസിന് വേണ്ടി താല്പര്യപ്പെട്ടു. ആ പഠനാനന്തരം തനിക്ക് ബോധ്യപ്പെട്ടത്, ദൈവത്തിൻ്റെ സന്നിധിയിൽ ചെന്നപ്പോൾ തനിക്ക് ബോധ്യപ്പെട്ടത്, അവരാരും നിലനിൽക്കുന്നവരല്ല, അവരാരും നിലനിൽക്കുന്ന സമ്പാദ്യത്തിലല്ല, നിലനിൽക്കുന്ന സന്തോഷത്തിലല്ല, നിലനിൽക്കുന്ന ആരോഗ്യത്തിലല്ല. അതെല്ലാം തകർന്നു പോകുന്നതാണ്. വെയിലത്ത് വാടിപ്പോകുന്നത് പോലെയാണ്, വയലിലെ പൂ പോലെയാണ്, നിഴൽ പോലെ മാത്രമാണതെല്ലാം. എന്നാൽ സങ്കീർത്തനക്കാരന് ഒരു ബോധ്യമുണ്ടായി. അതാണ് ഇന്ന് രാവിലത്തെ നമ്മുടെ ചിന്തയുടെ ആദ്യത്തെ ആയിട്ട് ഞാൻ പറഞ്ഞത്. ദൈവത്തിൻ്റെ അവൻ എൻ്റെ കരങ്ങളിൽ പിടിച്ചിരിക്കുന്നു. ദൈവത്തിൻ്റെ സ്തോത്രം. അവരുടെ കരങ്ങളിൽ ദൈവം പിടിച്ചിട്ടില്ല, എന്നെ കർത്താവ് കരങ്ങളിൽ പിടിച്ചിരിക്കുന്നു. വഴുതി പോകാതിരിപ്പാൻ, ക്ഷീണിച്ചു പോകാതിരിപ്പാൻ എന്നെ കരങ്ങളിൽ പിടിച്ചിരിക്കുന്ന ബലവാനായ ഒരു ദൈവം, അവൻ്റെ ബലമേറിയ ഭുജങ്ങൾക്കുള്ളിലാണ് ഞാനെന്നുള്ളത് ഈ രാവിലെ സമയം നമ്മെ ധൈര്യപ്പെടുത്തട്ടെ. കർത്താവിൻ്റെ സ്തോത്രം. ദൈവത്തിൻ്റെ കെയറിങ്. അടുത്ത ദൈവത്തിൻ്റെ കൗൺസിലിംഗ്, ആലോചന. ദൈവത്തിൻ്റെ ആലോചന എത്ര നല്ലതാണ്. നമുക്കറിയാം, കുഞ്ഞുങ്ങളെ മാതാപിതാക്കൾ നല്ല ആലോചന കൊടുക്കും. ഒരിക്കലും ഒരു മാതാവോ പിതാവോ അവരുടെ കുഞ്ഞുങ്ങൾ കൊടുക്കുന്ന ആലോചനകൾ നാശത്തിലേക്ക് പോകാനായിട്ടുള്ളതല്ല, നഷ്ടത്തിലേക്ക് പോകാനായിട്ടുള്ളതല്ല, നന്മയിലേക്കും അഭിവൃദ്ധിയിലേക്കും പോകാൻ വേണ്ടിയാണ് മാതാപിതാക്കൾ അവരുടെ കുഞ്ഞുങ്ങൾ കൊടുക്കുന്ന നല്ല ആലോചനകൾ. ചിലപ്പോൾ അത് ബോധ്യപ്പെടാൻ കാലതാമസം വേണ്ടി വരുമായിരിക്കും. പക്ഷേ നമുക്ക് പിന്നീട് മനസ്സിലാക്കാൻ കഴിയും, എത്ര നല്ല ആലോചനയാണ് എൻ്റെ മാതാപിതാക്കൾക്ക് തന്നത്. ലോകത്തിൽ മറ്റാരും കൊടുക്കുന്നതിനേക്കാൾ ഏറ്റവും നല്ല ആലോചന കൊടുക്കുന്നത് കുഞ്ഞുങ്ങളോടുള്ള ബന്ധത്തിൽ അവരുടെ മാതാപിതാക്കളാണ്, അവരുടെ ഗുരുക്കന്മാരാണ്, അവരുടെ ശുശ്രൂഷകന്മാരാണ്. ഇവരാരും നാശത്തിലേക്ക് പോകുവാനുള്ള ആലോചനയല്ല കൊടുക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാവിലെ യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട സഹോദരി സഹോദരന്മാരെ, നമുക്ക് കിട്ടേണ്ട ആലോചന എവിടുന്നാണ്? നമുക്കറിയാം, ലോകത്തിൽ വലിയ പ്രതികൂലങ്ങൾ, പ്രശ്നങ്ങൾ രാജ്യങ്ങളിൽ സംഭവിക്കുമ്പോൾ ഭരണാധികാരികളെ സഹായിക്കുവാൻ അറിവും ജ്ഞാനവുമുള്ള ഒരു ടീം തന്നെയുണ്ട്. ആ പ്രതിസന്ധികളെ അതിജീവിക്കുക, എങ്ങനെ ജീവിക്കാം. ഇപ്പോൾ തന്നെ നമ്മുടെ ഈ COVID-19 എന്ന ഈ മഹാവ്യാധി മാരി വർദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ ബുദ്ധിജീവികളായ ആളുകളുണ്ട്. മുൻകരുതലുകൾ എങ്ങനെ എടുക്കണം, അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ സംസ്ഥാനം ഉൾപ്പെടുന്ന ഈ രാജ്യമൊക്കെ ഈ നിലയിലെങ്കിലും പോകുന്നത്. ബുദ്ധിജീവികൾ ഉണ്ട്. വരാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് ബോധ്യം അവർ മനസ്സിലാക്കിയിട്ട് കാലാവസ്ഥയും
രോഗവ്യാപനവും ഒക്കെ മനസ്സിലാക്കിയിട്ട് ആളുകൾക്ക് അഡ്വാൻസ് ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് അവരെ നല്ല നിലയിൽ നടത്താനായിട്ട് അവർ ആഗ്രഹിക്കുന്നുണ്ട്. നല്ല കൗൺസിലിംഗ്. ഇന്ന് രാവിലെ സമയം നിന്റെ ആലോചനയാൽ നീ എന്നെ നടത്തും. നമുക്ക് ധൈര്യപ്പെടാം. ദൈവത്തിൻ്റെ ആലോചനയ്ക്കായി നമുക്ക് സമർപ്പിക്കാം. മൂന്നാമത്തേതാണ് ഞാൻ പറഞ്ഞത്, അതേ ദൈവത്തിൻ്റെ ഒരു ഗൈഡൻസ്. ദൈവം നയിക്കുന്ന വഴിയിൽ കൂടെ പോകുക. നാലാമത്തെ കാര്യം പറയട്ടെ, ഒടുവിൽ മഹത്വത്തിലേക്ക് എന്നെ കൈക്കൊള്ളും. പ്രിയമുള്ളവരെ, കൊറോണ വൈറസിനൊരു നമ്മളെ ഇല്ലാതാക്കാൻ പറ്റുകയില്ല. മരണം ലോകത്തിൽ സംഭവിച്ചേക്കാം, രോഗം സംഭവിച്ചേക്കാം, പക്ഷേ നിത്യതയിലേക്ക് മഹത്വത്തിലേക്ക് ചേർക്കുന്നത് കൊണ്ടുപോകുന്നത് സ്വർഗസ്ഥനായ ദൈവമാണ്. നാം ഇറങ്ങിത്തിരിച്ചത് വെറുതെ ആകത്തില്ല. നാം രക്ഷിക്കപ്പെട്ടത് വെറുതെ അല്ല. നാം സ്നാനമേറ്റത് വെറുതെ അല്ല. നാം കർത്താവിൻ്റെ പുറകെ ഈ വേദപുസ്തകം പിടിച്ചിറങ്ങിയത് വെറുതെ അല്ല. ഈ സങ്കീർത്തനം നമുക്ക് ഉറപ്പ് തരുന്നു, നിന്റെ ആലോചനയിൽ നീ എന്നെ നടത്തും, പിന്നത്തേതിൽ മഹത്വത്തിലേക്ക് എന്നെ കൈക്കൊള്ളും. അതെ, പാട്ടുകാരൻ പാടി നമുക്കറിയാം, തേജസ്സിലേശുവിൻ പൊന്മുഖം കാണും കാലമേറ്റം ആസന്നമേ. അതെൻ്റെ ആശയാണ്, അതെൻ്റെ ആഗ്രഹമാണ്, അതെൻ്റെ പ്രത്യാശയാണ്. പൗലോസ് റോമർക്ക് ലേഖനം എഴുതുമ്പോൾ പറഞ്ഞ വാക്കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് ഞാൻ എണ്ണുന്നു. കടുത്ത നിരാശയിൽ കൂടെ, കടുത്ത രോഗങ്ങൾ കൂടെ, കടുത്ത കഷ്ടങ്ങൾ കൂടെ, സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളിൽ കൂടെ, കുടുംബജീവിതത്തിലുള്ള തകരാറ് വിള്ളലുകൾ കൂടെ ഒക്കെ കടന്നു പോകുന്നവർ ഉണ്ടെങ്കിൽ ഇന്ന് രാവിലെ സമയം ധ്യാനിച്ച് മനസ്സിലാക്കുക, നിന്റെ ആലോചനയാൽ നീ എന്നെ നടത്തും. നീ എന്നെ കരങ്ങൾക്ക് പിടിച്ചിരിക്കുന്നു. എനിക്ക് ആലോചന തരുന്ന, എൻ്റെ കരങ്ങളിൽ പിടിക്കുന്ന, എനിക്ക് ബലം തരുന്ന, എനിക്ക് ഗൈഡൻസ് തരുന്ന, ബുദ്ധി ഉപദേശം തരുന്ന കർത്താവ് ഒടുവിൽ മഹത്വത്തിലേക്ക് എന്നെ കൈക്കൊള്ളും, നാശത്തിലേക്കല്ല. യോഹന്നാൻ 10-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, നല്ല ഇടയനും ദുഷ്ട ഇടയനും. ദുഷ്ട ഇടയൻ ചെയ്യുന്നത് ആടുകളെ തിന്ന് മുടിക്കുകയാണ്, കൊല്ലുകയാണ്, കള്ളൻ മോഷ്ടിക്കുകയാണ്. എന്നാൽ ഞാൻ നല്ല ഇടയനാകുന്നു. നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി തൻ്റെ ജീവനെ കൊടുക്കുന്നു. ഈ രാവിലെ സമയം നമുക്കൊരു ശ്രേഷ്ഠ ഇടയനുണ്ട്. ആ ശ്രേഷ്ഠ ഇടയൻ്റെ കരങ്ങളിൽ നമ്മെ കൊടുക്കാം. പ്രശ്നങ്ങൾ നമ്മെ ക്ഷീണിപ്പിക്കാതെ കർത്താവിൽ നമുക്ക് വിശ്വസിക്കാം. പൗലോസ് പറഞ്ഞതുപോലെ, ഞാൻ ആരെ വിശ്വസിക്കുന്നു അവൻ എൻ്റെ ഉപനിധി. എൻ്റെ തീരുമാനം നഷ്ടമായി പോയിട്ടില്ല. എൻ്റെ പ്രാർത്ഥനയ്ക്ക് ചിലപ്പോൾ പെട്ടെന്ന് മറുപടി കിട്ടിയിട്ടില്ലെങ്കിലും എൻ്റെ ദൈവം വിശ്വസ്തൻ. അവൻ വാക്കുമാറാത്തവൻ, അന്ത്യം വരെ നടത്തുവാൻ ശക്തൻ. നമ്മുടെ കണ്ണുകളടയ്ക്കാം. നിങ്ങളായിരിക്കുന്ന ഇരിപ്പിടങ്ങളിൽ ഇരുന്നുകൊണ്ട് കണ്ണുകളടച്ചൊരു നിമിഷം നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവും ഞങ്ങളുടെ ദൈവമായ സ്വർഗസ്ഥ പിതാവേ, ഈ കർത്തൃ ദിവസത്തിലും നിന്റെ മാറ്റമില്ലാത്ത വചനത്തിന് മുമ്പാകെ ആയിരിക്കാൻ ഞങ്ങൾക്ക് അവസരം കൊണ്ട് സ്തോത്രം. കഴിഞ്ഞ ഏറിയ ആഴ്ചകളായി ഞങ്ങൾക്ക് ഒന്നിച്ച് കൂടുവാനോ ആരാധിപ്പാനോ സാധിക്കുന്നില്ലെങ്കിലും ദൈവത്തിൻ്റെ വചനം ഞങ്ങളുടെ സ്വന്തം ഭാഷയിൽ ഞങ്ങൾക്ക് തന്നതുകൊണ്ട് ഈ വചനം വായിക്കുവാനും മനസ്സിലാക്കുവാനും ഞങ്ങൾ ഒറ്റയ്ക്ക് ഭവനത്തിലായിരിക്കുമ്പോൾ നിന്നെ ആരാധിപ്പാനും അവസരം നൽകുന്നതോർത്ത് ഞങ്ങൾ നന്ദിയോടങ്ങെ സ്തുതിക്കുന്നു, നന്ദിയോടങ്ങെ വാഴ്ത്തുന്നു. പരിശുദ്ധ പിതാവേ, ഇന്ന് ഞങ്ങളെ കേൾപ്പിച്ച വചനത്തിനായി സ്തോത്രം. നിന്റെ ദാസനായ ആസാഫ്, അതേ സങ്കീർത്തനക്കാരൻ, ദുഷ്ടന്മാരുടെ സൗഖ്യവും സന്തോഷവും കണ്ടതും തൻ്റെ ജീവിതത്തിലില്ലാത്ത അനുഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ കണ്ടപ്പോൾ പൊരുത്തക്കേടുകൾ, സംശയങ്ങൾ ഒക്കെ സംഭവിച്ചുവെങ്കിലും ഹല്ലേലൂയ, അതെല്ലാം നാശത്തിലേക്ക് പോവുകയാണെങ്കിലും സങ്കീർത്തനക്കാരൻ ഒരു കാര്യം ബോധ്യപ്പെട്ടു, ദൈവം അവൻ്റെ കരങ്ങളിൽ പിടിച്ചിരിക്കുന്നുവെന്നും ദൈവം അവനെ സൂക്ഷിക്കുന്നുവെന്നും ദൈവം അവന് ആലോചന കൊടുക്കുന്നുവെന്നും ഒടുവിൽ മഹത്വത്തിലേക്ക് ചേർക്കുമെന്നും ഉള്ള ആ ഉറപ്പ് കിട്ടിയ പ്രകാരം കർത്താവേ, ഞങ്ങളും ആ ഉറപ്പോടെ ഈ ഭൂമിയിൽ ജീവിക്കുവാൻ സഹായിക്കണമേ. വിഷമതകൾ ഓരോ ദിവസവും വർദ്ധിക്കുന്നു. ഞങ്ങൾക്ക് പുറത്തേക്ക് ഇറങ്ങുവാൻ സാധിക്കുന്നില്ല, ഞങ്ങൾക്ക് ജോലി ചെയ്യുവാൻ കഴിയുന്നില്ല, ഞങ്ങൾക്ക് അത്യാവശ്യ കാര്യങ്ങൾക്ക് ഇടപെടുവാൻ ഒന്നും സാധിക്കുന്നില്ല. വിഷമതകളുണ്ട് എങ്കിലും ഇതിൻ്റെ നടുവിൽ ഞങ്ങൾക്ക് ധൈര്യം തരണമേ. ഞങ്ങളുടെ വിശ്വാസം ചോർന്നു പോകാതെ, ദൈവാശ്രയം കുറഞ്ഞു പോകാതെ, കർത്താവിലുള്ള വിശ്വാസം നഷ്ടമായി പോകാതെ നിലനിൽക്കുവാൻ കൃപ തന്ന് സഹായിക്കണമേ. ഞങ്ങളുടെ മാതാപിതാക്കൾ, ഞങ്ങളുടെ സഹോദരി സഹോദരന്മാർ, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ എല്ലാവരും ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടുവാൻ ഇടയാക്കണമേ. ഇന്ത്യയുടെ ഒരു സംസ്ഥാനങ്ങളിലുണ്ട്, വിദേശ രാജ്യങ്ങളിൽ, അമേരിക്കൻ ഐക്യനാടുകളിൽ, കാനഡയിൽ, കർത്താവെ, യൂറോപ്പിൻ്റെ വിവിധ മേഖലകളിൽ, UK-യിൽ, ഓസ്ട്രേലിയയിൽ, ഇസ്രായേലിൽ, ഗൾഫ് മേഖലകളിൽ കർത്താവെ ആയിരിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരെയും ദൈവമായ കർത്താവ് സൂക്ഷിക്കണമേ. ഓരോരുത്തരെയും അവിടുന്ന് കാത്തുകൊള്ളണമേ. എല്ലാവരെയും ദൈവകൃപയിൽ പരിപാലിച്ചുകൊള്ളണമേ. പെട്ടെന്നുള്ള ആപത്ത്, അനർത്ഥം, അപകടങ്ങളിൽ നിന്ന് വിടുവിക്കണമേ, രക്ഷിക്കണമേ. വിവിധ രോഗികളായിരിക്കേണ്ട പ്രിയപ്പെട്ടവരുണ്ട്,
ദൈവർക്കൊക്കെ സൗഖ്യവും വിടുതലും ആശ്വാസവും കൊടുക്കണമേ. സാമ്പത്തിക ഞെരുക്കം അനുഭവിക്കുന്നവരുണ്ട്, കർത്താവർക്ക് വേണ്ടി വഴികൾ തുറക്കണമേ. ഈ രാവിലെ ഞങ്ങളെ ഒരു പ്രാവശ്യം കൂടെ സമർപ്പിക്കുന്നു. കർത്താവിൻ്റെ അനുഗ്രഹം നിന്റെ ജനത്തിന് മേൽ വരുമാറാകട്ടെ. ഈ വചനങ്ങളുടെ ഹൃദയത്തിൽ ആശ്വാസമായി തീരുവാൻ ഇടയാക്കണമേ. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു, ദയതോന്നി കേൾക്കുമാറാകണമേ. നമ്മുടെ കർത്താവിൻ്റെ രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ആശ്വസിപ്പിച്ച് വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിന്റെ നിരന്തരമായ സംസർഗവും കാവലും കൂട്ടായ്മയും നാം എല്ലാവരുടെ മേലും ഓർത്ത് പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളുടെ മേലും ഇപ്പോഴും എന്നേക്കും കർത്താവിൻ്റെ വരവിലുണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.